ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് രാവിലത്തെ മോർണിംഗ് റൂട്ടീൻസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു ഐസ്ക്രീമിലാണ് കേട്ടോ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യണത്. ഇന്ന് ഞാൻ പ്രൊഡക്റ്റീവ് ഡേ ആണെന്ന് പറയാൻ കാരണം എനിക്ക് ഒരു ഹാമ്പർ കൊറിയർ അയക്കാണ്ട്, അതേപോലെ കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനും കൂടി ഉണ്ട്. അപ്പോൾ മോർണിംഗ് റൂട്ടീൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഹാമ്പർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. നല്ല വെയിലുണ്ട്. ഈ ഹാമ്പർ എന്ന് പറയുന്നത് ഒരു ബർത്ത്ഡേ ഹാമ്പറാണ്. നമുക്ക് ഇതിൻ്റെ മുമ്പും ഓർഡർ ചെയ്യുന്ന ക്ലയൻറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു വർക്ക് നമുക്ക് തന്നിട്ടുള്ളത്. ഹെവി ആയിട്ടൊന്നും വേണ്ട, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ്ഫുള്ളായ ഐറ്റംസ് വെച്ചിട്ട് ഒരു ഹാമ്പർ സെറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ക്ലയൻറ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഹാമ്പറിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം. പിന്നെ ഇങ്ങനത്തെ ഗിഫ്റ്റ് ഐറ്റംസൊക്കെ വേണമെന്നുള്ളവർ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഈ യൂട്യൂബിൽ മെസ്സേജ് അയച്ചാലും മതി. ഇൻസ്റ്റയിലാണ് ഞാൻ ഒന്നും കൂടി ആക്റ്റീവായിട്ടുള്ളത്. അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ഐറ്റംസൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ കുറേ അയക്കണ് ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട്, അത്യാവശ്യം കുറേ ഡേയ്സ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അത് ഒന്നുമല്ല, ഞാൻ അവിടെ വീട്ടിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ എനിക്ക് ഈ ക്രിസ്മസിൻ്റെ ഹാമ്പേഴ്സും കാര്യങ്ങളും അതിൻ്റെ മുമ്പ് കൊടുക്കാനുള്ള ഐറ്റംസൊക്കെ ക്രിസ്മസ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ട് തന്നാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ക്ലയൻറ്റ്സ് വന്ന് അങ്ങനത്തെ കുറേ വർക്ക്സൊക്കെ പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസൊന്നും ഇടാണ്ടുന്നത്. പിന്നെ എല്ലാവരും പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ DM ചെയ്യുക. ഞാൻ എൻ്റെ പേജ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ റാപ്പ് ചെയ്യണത് കാണിക്കണില്ല, കാരണം അത് തന്നെ ആവും പിന്നെ വീഡിയോയിൽ അത് കാണുന്നവർക്കൊരു ബോറടി ആവും. പിന്നെ ഈ ഒരു വർക്ക് എന്ന് പറയണത് നമുക്ക് 2 days മുന്നാണ് കേട്ടോ എൻക്വയറി വന്നത്. അപ്പോൾ പെട്ടെന്ന് ചെയ്യാനുള്ളതുകൊണ്ടാണ് ഞാനിത് ഇന്ന് തന്നെ ഫോട്ടോ എടുത്ത് ഇന്ന് തന്നെ പാക്ക് ചെയ്യണത്. സാധാരണ ഞാൻ നാളെ കൊടുത്താൽ മതി എന്നുള്ള രീതിയിലാണെങ്കിൽ ഇന്ന് ഫോട്ടോ എടുക്കും, എന്നിട്ട് നാളെയൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെയൊക്കെ സെറ്റാക്കുള്ളൂ. ഇത് എന്ന് പറയുന്നത് ധൃതി പിടിച്ച് ചെയ്യുകയാണ്. അങ്ങനെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ചോക്കോസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പാക്ക് ചെയ്ത വീഡിയോയിൽ ഒരാളെ അടിയിൽ കയറിയിരുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഹാമ്പർ ഫോട്ടോ എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞ് പാക്ക് ചെയ്തിട്ട് നേരെ കൊറിയർ അയക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ കൊറിയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് വേഗം റെസിപ്റ്റ് എഴുതി തരാണ് കേട്ടോ. അല്ലെങ്കിൽ ചേച്ചി എടുക്കുന്ന പണി കഴിഞ്ഞിട്ടാണ് എനിക്കത് എഴുതി തരുള്ളൂ. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് അത് പെട്ടെന്ന് എഴുതി തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ ഐറ്റംസ് വാങ്ങാൻ വേണ്ടി പോവാണ്. ഞാൻ ഒരു ഷർട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ കയറിയത്. അപ്പോൾ അവിടെ ആളില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിങ്ങനെ അവിടെ വീഡിയോ എടുത്തതാണ്, ആ നേരം വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നേരെ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിലേക്കാണ് കേട്ടോ പോയത്. തീരെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ ഐറ്റംസ് ഒന്നും പ്രിൻ്റ് എടുക്കാനായിട്ട് ഉണ്ടായിട്ടില്ല. ഒരു 2-3 ഷീറ്റൊക്കെയാണ് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ച് മുമ്പെടുത്ത വീഡിയോ ആയതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഓർമ്മയില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ടീഷർട്ട് നോക്കാനാണ് കേട്ടോ പിന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് അവിടെ ഉണ്ട്. ബട്ട് കസ്റ്റമറിന് ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കസ്റ്റമർ പറഞ്ഞ കളറ് അവിടെ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ കസ്റ്റമറിന് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള ടൈമിലാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അവിടെ. അങ്ങനെ ടീഷർട്ട് അവിടുന്ന് ഞാൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങാനുണ്ട്. ഇതൊരു ഹാമ്പർ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിക്ക് വേണ്ട ചോക്ലേറ്റ്സ് വാങ്ങാനാണ് കേട്ടോ പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. ചോക്ലേറ്റ് വാങ്ങാൻ എത്തിയപ്പോഴത്തേനും അത്യാവശ്യം നല്ല ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഈവനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
ബിക്കോസ് ടീഷർട്ട് കുറേ സമയം ആ ടീഷർട്ടിൻ്റെ ഷോപ്പിൽ നിന്നിട്ടുണ്ട്. ഒരു ഷോപ്പിലല്ല 3-4 ഷോപ്പിൽ കയറിയിട്ടാണ് കസ്റ്റമർ പറഞ്ഞ കളർ ടീഷർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടൈമായിട്ടുണ്ടായിരുന്നു അപ്പത്തിന്. പിന്നെ നാളെ ഞാൻ വീണ്ടും ഇതിനായിട്ട് വരണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ പരമാവധി മാക്സിമം എടുത്ത് തീർത്തേക്കാണ് കേട്ടോ. ചോക്ലേറ്റ്സ് വേഗം വാങ്ങി അങ്ങനെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. പിന്നെ വീട്ടിലെത്തി ഞാൻ ഫ്രഷ് ആയതിന് ശേഷം വാങ്ങിയ ഐറ്റംസൊക്കെ ഞാൻ കാണിച്ചു തരാം. വാച്ച് പിന്നെ എയർപോർട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു പേപ്പറാണ് പ്രിൻ്റ് എടുത്തത്. ഒരു പേപ്പറും കൂടെ ഉണ്ട്, അതിൻ്റെ കഥ ഞാൻ വഴിയേ പറയാം. പിന്നെ വാച്ചും എയർപോർട്ട്സൊന്നും വാങ്ങിയത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അതൊക്കെ ഞാൻ പിന്നെയാണ് വാങ്ങിയത്. രാത്രി ഏകദേശം നൈറ്റായിട്ടുണ്ട് പിന്നെ വീട്ടിലെത്തിയപ്പോൾ. പിന്നെ ചോക്ലേറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ കാണിക്കുന്നതൊക്കെ എനിക്ക് ഞാൻ വാങ്ങിയതാട്ടോ. ആ നട്ട്സ് ഗാലക്സി അതൊക്കെ കസ്റ്റമറിന് വാങ്ങിയതാണ്. ബാക്കിയൊക്കെ ഞാൻ എനിക്ക് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ആ 2 പ്രിൻ്റാണ് എടുത്തതെന്ന് പറഞ്ഞിട്ടില്ല. ഒരു പ്രിൻ്റാണ് ഇത്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തത് ഞാൻ വീഡിയോ ഓണാക്കിയിട്ടുണ്ട് എന്ന് വിചാരിച്ച് കംപ്ലീറ്റ് കട്ട് ചെയ്തതിന് ശേഷമാണ് വീഡിയോ ഓഫാണെന്ന് അറിഞ്ഞത്. സോ പിന്നെ ഞാനത് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു വർക്ക് വന്നിട്ട് എൻ്റെ അടുത്തുള്ളൊരു ചേച്ചി തന്നൊരു വർക്കാണ് കേട്ടോ. ചേച്ചീൻ്റെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നൊരു വർക്കാണ്. അപ്പോൾ അതങ്ങനെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഹാമ്പറിലൊരു ട്വിസ്റ്റ് ഉണ്ട് കൊറിയർ അയച്ച ഹാമ്പറിൽ. അതെന്താണെന്ന് വെച്ചാൽ എനിക്കിതിൻ്റെ മുമ്പും ഓർഡേഴ്സ് തന്ന ക്ലയൻ്റാണ് ഈ ഒരു ഓർഡർ എനിക്ക് തന്നത്. അപ്പോൾ ഇതിന് മുമ്പും ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നതും ഈ ഒരു സെയിം വ്യക്തിക്ക് തന്നെയാണ്. ബട്ട് ഇപ്പം ആ ഗിഫ്റ്റ് കൊടുക്കുന്നത് തേച്ച കാമുകിക്ക് ഒരു ഗിഫ്റ്റ് ഹാമ്പർ എന്ന നിലയിലാണ് കേട്ടോ. അതാണ് ആ ഹാമ്പറിലെ ട്വിസ്റ്റ്. ഇത് ചിലപ്പോൾ വലിയൊരു കാര്യമായിട്ടൊന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല, ബട്ട് എന്നാലും അങ്ങനെയല്ല. അതിൻ്റെ മുമ്പ് വരെ എനിക്ക് ഫോട്ടോസ് വേണം അങ്ങനെയൊക്കെ പറഞ്ഞ വ്യക്തിയാണ്. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ ആളുടെ ബർത്ത്ഡേയാണ്, ഈ ഒരു ഹാമ്പർ സെറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെ വേണം, ഫ്രെയിം വേണോ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴാണ് എന്നോട് ഈ ഒരു സ്റ്റോറി പറയുന്നത്. സോ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ റിംഗ് ആൽബം സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഇന്നത്തെ മെയിൻ താരമാണ്. ഇന്നത്തെ എൻ്റെ ഫുൾ ഡേ കൊളാക്കിയൊരു വ്യക്തിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ഒരു ലാവൻഡർ ബ്ലൂ ആണ്, ലാവൻഡറിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഈ ഒരു വാലറ്റാണ്. കസ്റ്റമൈസ്ഡ് വാലറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് കസ്റ്റമറിന് അത് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ഒരു വാലറ്റ് എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക.